ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ ഇപ്പോഴും ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. അവർ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കകം 100% അവർക്ക് ഇംഗ്ലീഷ് മനോഹരമായി എഴുതുവാനും വായിക്കുവാനും കഴിയും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. ഒരല്പം നിങ്ങൾ പരിശ്രമിക്കുക മാത്രമേ വേണ്ടൂ. ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിക്കുന്നവർ ആദ്യം ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണത്? നമ്മൾ വള്ളിയിടാനും ദീർഘമിടാനും ചന്ദ്രക്കലയിടാനും മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. വലിയ അക്ഷരമുണ്ട്, ചെറിയ അക്ഷരമുണ്ട്. വലിയ അക്ഷരം എ ഇങ്ങനെയും ചെറിയ അക്ഷരം എ ഇങ്ങനെയും ആയിരിക്കും. എങ്ങനെ നമുക്ക് ഉച്ചരിക്കാം? ആ, എ, ഇങ്ങനെയുള്ള ദീർഘങ്ങളിടാൻ ഏ ഇങ്ങനെ നമ്മൾ ഇടുമല്ലോ. അപ്പം എ വരുമ്പോൾ എ ആ എന്നും ആ എന്നും എ എന്നും എ എന്നും ഇങ്ങനെയുള്ള ദീർഘമിടാനും നമ്മൾ ഉപയോഗിക്കും. ഈ വലിയ അക്ഷരം ഇ ഉണ്ട്, ചെറിയ അക്ഷരം ഇ ഉണ്ട്. ഈ എ നമ്മളിങ്ങനെ വള്ളിയിടാൻ ഈ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ദീർഘമിടാനും ഈ ഉപയോഗിക്കും. ഈ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഇവിടെ തന്നിട്ടുണ്ട്. ഈ എ വള്ളിയിടാൻ ഇങ്ങനെയുള്ള ദീർഘമിടാൻ നമ്മൾ ഈ ഉപയോഗിക്കും. ഇനി ഐ വലിയ അക്ഷരം ചെറിയ അക്ഷരം. ഇ എന്നും ഐ എന്നും നമുക്ക് വായിക്കാം. ഇ എന്നും ഐ എന്നും വായിക്കാം. വള്ളിയിടാനും നമ്മൾ എന്തുപയോഗിക്കും? ഐ ഉപയോഗിക്കും. അവസാനം നമ്മൾ വള്ളിയിടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഐ ഉപയോഗിക്കാം. ഓ വലിയ അക്ഷരമുണ്ട്, ചെറിയ അക്ഷരമുണ്ട്. ഓടെ ഉച്ചാരണം എന്തായിരിക്കും? ഓ ആ. പിന്നെ ഇങ്ങനെയുള്ള ദീർഘിടാനും നമ്മൾ ഉപയോഗിക്കും. കെട്ടുപുള്ളി കണ്ടിട്ടില്ലേ? ഓ ആ ഇങ്ങനെയുള്ള കെട്ടുപുള്ളി ഇടാൻ നമുക്ക് ഓ ഉപയോഗിക്കും. ഇനി യു എന്താ? ചെറിയ അക്ഷരമുണ്ട്, വലിയ അക്ഷരമുണ്ട്. ആ ഇങ്ങനെ ഇടാൻ ഉപയോഗിക്കും. ചില സമയങ്ങളിൽ യു എന്ന് തന്നെ നമുക്ക് വായിക്കേണ്ടി വരും. ഇപ്പോൾ യൂണിവേഴ്സിറ്റി, അപ്പം യു തന്നെ നമുക്ക് വായിക്കേണ്ടി വരും. അപ്പം ഏടെ ഉച്ചാരണം ആ എന്നും ആ എന്നും എ എന്നും എ എന്നും ഇങ്ങനെയുള്ള ദീർഘിടാനും എ നമുക്ക് ഉപയോഗിക്കാം. ഈ എ വള്ളിയിടാനും ഇങ്ങനെയുള്ള ദീർഘിടാനും നമുക്ക് ഉപയോഗിക്കാം. ഐ ഇങ്ങനെ വള്ളിയിടാനും നമുക്ക് ഉപയോഗിക്കാം. ഓ ആ ഇങ്ങനെയുള്ള കെട്ടിവള്ളിയിടാനും നമുക്ക് ഉപയോഗിക്കാം. യു ആ ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. യു അല്ലേ? കു. അപ്പം ഇങ്ങനെ ഇടാനും യു ഉപയോഗിക്കും. ചില സന്ദർഭങ്ങളിൽ യുവിന് യു തന്നെ നമുക്ക് വായിക്കാം. 2 യു ഒരിക്കലും വരില്ല. 2 ഐ ഒരിക്കലും വരില്ല. 2 യു ഒരിക്കലും വരില്ല. 2 ഐ ഒരിക്കലും വരില്ല. എന്നാൽ 2 ഇ വരാം, ഒരു എ വരാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കെട്ടുപുള്ളിയിടാനും നമുക്ക് ഉപയോഗിക്കാം. എ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെട്ടുപുള്ളി ഇടാനും ഉപയോഗിക്കാം. 2 എ ചിലപ്പോൾ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ആ എന്നാണ് ഉച്ചരിക്കുക. ഇത് കിട്ടിപ്പോകും. 2 ഓ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടിട്ടില്ലേ നിങ്ങൾ? യു കൂ. അതിനായി 2 ഓ ഉപയോഗിക്കാം. എ യു വന്നു കഴിഞ്ഞാൽ ഔ എന്നാണ് ഉച്ചരിക്കുക. എ യു വന്നു കഴിഞ്ഞാൽ ഔ എന്നാണ് ഉച്ചരിക്കുക. ബി എ വലിയ അക്ഷരവും ചെറിയ അക്ഷരവും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ബി വലിയ അക്ഷരവും
എ ചെറിയ അക്ഷരവും. അപ്പോൾ ബി എ ബാ എന്നും ബാ എന്നും വായിക്കാം. ബി എ ബാ ബാ. ബി ഇ ബി എന്ന് വായിക്കാം ബേ. അപ്പോൾ ചെറിയ ദീർഘമുള്ളൂ ബേ. ഇങ്ങനെ വരുമ്പോഴോ ഈ ദീർഘം വരുമ്പോൾ ബേ ബേക്കറി കണ്ടില്ലേ ബേക്കറി. അപ്പം ബി ഇ ബി ബേ ബേ. ഈ ദീർഘം വന്നു കഴിഞ്ഞാൽ നീട്ടി വായിക്കണം. ബി ഐ ബി ബൈ എന്നും വായിക്കാം. ബി ഐ ബി ബൈ. ബി ഒ ബോ ബോ. ഇങ്ങനെ ദീർഘം വന്നാൽ ബോ എന്നും. എവിടെ കണ്ടില്ല നമ്മൾ ബോ ബോ. ബി യു ബാ എന്നും ബൂ എന്നും വായിക്കാം. അപ്പോൾ ബാ എങ്ങനെ വായിക്കും? നമ്മൾ ബക്കറ്റ് ഇടില്ല ബക്കറ്റ് BUCKET ബക്കറ്റ്. അപ്പോൾ ബി യു ബാ എന്നും ബൂ എന്നും വായിക്കാം. സി എ സാ എന്നും കാ എന്നും വായിക്കാം. സാ കാ. സി എ സാ കാ സാ കാ എന്ന് വായിക്കാം. ഇനി സി ഇ വരുമ്പോൾ സേ കെ സേ എന്നും കെ എന്നും വായിക്കാം. സേ എന്നും കെ എന്നും വായിക്കാം. ഞാൻ ബിക്ക് കാണിച്ചെന്നില്ലേ ഏരോ ഇട്ടെന്നത് ദീർഘത്തിൽ. അപ്പം സി ഇ സേ കെ സേ കെ. സി ഐ സി എന്നും കി എന്നും വായിക്കാം. സൈ എന്നും വായിക്കാം. സി കി സൈ എന്ന് നമുക്ക് വായിക്കാം. ഇനി സി ഒ വന്നു കഴിഞ്ഞാൽ ക കെ കോ. സി ഒ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വായിക്കാം? ക കെ കോ. സി യു വന്നു കഴിഞ്ഞാൽ സു കു ക. സി യു വന്നു കഴിഞ്ഞാൽ സു എന്നും കു എന്നും ക എന്നും വായിക്കാം. സി യു വന്നു കഴിഞ്ഞാൽ സു എന്നും കു എന്നും ക എന്നും വായിക്കാം. ഡി എ ഡ ദ. സാമർച്ചിടുന്ന ഡ കണ്ടിട്ടില്ലേ? ഡ ദ ഡ ദ. ഡി എ ഡ ദ ഡ ദ. ഡി ഇ ഡി ദി ഡേ ദേ ഡേ ദേ. ഡി ഇ ഡി ദി ഡേ ദേ ഡേ ദേ എന്ന് നമുക്ക് വായിക്കാം. ഡി ഐ ഡി ദി ഡൈ ദൈ. ഡി ഐ ഡി ദി ഡൈ ദൈ. ഡി ഒ ഡു ദു. ഡു എന്നും ദു എന്നും വായിക്കാം. ഡോ ഡോ ദോ ദോ. ഡിയോ ഡു ദു ഡോ ഡോ ദോ ദോ എന്ന് വായിക്കാം. ഡി യു ദു ഡു ദ ഡ. ദു എന്നും ഡു എന്നും ദ എന്നും ഡ എന്നും വായിക്കാം. എഫ് എ ഫ എന്നും ഫ എന്നും വായിക്കാം. ഫ ഫ. എഫ് ഇ വന്നു കഴിഞ്ഞാൽ ഫി ഫെ ഫേ എന്ന് വായിക്കാം. ഫി ഫെ ഫേ എന്ന് നമുക്ക് വായിക്കാം. എഫ് ഐ ആണ് വരുന്നതെങ്കിൽ ഫി എന്നും ഫൈ എന്നും വായിക്കാം. ഫി എന്നും ഫൈ എന്നും വായിക്കാം. എഫ് ഒ ആണ് വരുന്നതെങ്കിൽ ഫോ എന്നും ഫോ എന്നും വായിക്കാം. ഫോ ഫോ. എഫ് യു ആണ് വരുന്നതെങ്കിൽ ഫു എന്നും ഫ എന്നും വായിക്കാം. എഫ് യു വന്നാൽ ഫു എന്നും ഫ എന്നും വായിക്കാം. ജി എ വന്നു കഴിഞ്ഞാൽ ഗ എന്നും ങ എന്നും ഗ എന്നും ങ എന്നും വായിക്കാം. ഗ ങ
ഗ, ങ എന്ന് വായിക്കാം. ജി, ഇ ആണ് വരുന്നതെങ്കിൽ ഗെ, ഗേ, ങെ, ങേ എന്ന് വായിക്കാം. ഗെ, ഗേ, ങെ, ങേ എന്ന് വായിക്കാം. ജി, ഐ ആണ് വരുന്നതെങ്കിൽ ഗി, ഗൈ, ങി. എന്താണ്? ഗി, ഗൈ, ങി എന്ന് വായിക്കാം. ജി, ഒ ആണ് വരുന്നതെങ്കിൽ ഗോ, ഗോ, ങോ, ങോ എന്ന് വായിക്കാം. ജി, ഒ വന്നു കഴിഞ്ഞാൽ ഗോ, ഗോ, ങോ, ങോ എന്ന് വായിക്കാം. ജി, യു ആണ് വരുന്നതെങ്കിൽ ഗു, ങു, ഗ. ഗു, ങു, ഗ എന്നാണ് വായിക്കുക. എച്ച്, എ ഹ എന്നും ഹാ എന്നും വായിക്കാം. ഹ എന്നും ഹാ എന്നും വായിക്കാം. എച്ച്, ഇ വന്നു കഴിഞ്ഞാൽ ഹി, ഹെ, ഹേ. എച്ച്, ഇ, ഹി, ഹേ, ഹേ എന്നാണ് വായിക്കാം. എച്ച്, ഐ വന്നു കഴിഞ്ഞാൽ ഹി എന്നും ഹൈ എന്നും വായിക്കാം. എച്ച്, ഐ, ഹി, ഹൈ എന്ന് വായിക്കാം. എച്ച്, ഒ വന്നു കഴിഞ്ഞാൽ ഹോ എന്നും ഹോ എന്നും വായിക്കാം. എച്ച്, ഒ വന്നു കഴിഞ്ഞാൽ ഹോ എന്നും ഹോ എന്നും വായിക്കാം. എച്ച്, യു വന്നു കഴിഞ്ഞാൽ ഹു എന്നും ഹാ എന്നും വായിക്കാം. ജെ, എ ജാ എന്നും ജാ എന്നും വായിക്കാം. ജാ, ജാ. ജെ, ഇ വന്നു കഴിഞ്ഞാൽ ജി, ജെ, ജേ. ജി, ജെ, ഇ വന്നു കഴിഞ്ഞാൽ ജി എന്നും ജെ എന്നും ജേ എന്നും വായിക്കാം. ജെ, ഐ വന്നു കഴിഞ്ഞാൽ ജി എന്നും ജൈ എന്നും വായിക്കാം. ജി എന്നും ജൈ എന്നും വായിക്കാം. ജെ, ഒ വരികയാണെങ്കിൽ ജോ എന്നും ജോ എന്നും വായിക്കാം. ജോ, ജോ. ജെ, യു വരികയാണെങ്കിൽ ജു എന്നും ജാ എന്നും വായിക്കാം. ജെ, യു വന്നു കഴിഞ്ഞാൽ ജു എന്നും ജാ എന്നും വായിക്കാം. കെ, എ ക, കാ എന്ന് നമുക്ക് വായിക്കാം. കെ, എ ക എന്നും കാ എന്നും വായിക്കാം. കെ, ഇ കി, കേ, കേ. അപ്പോൾ കി, ഇ വന്നു കഴിഞ്ഞാൽ കി എന്നും കെ എന്നും കേ എന്നും വായിക്കാം. കെ, ഐ ആണ് വരുന്നതെങ്കിൽ കി എന്നും കൈ എന്നും വായിക്കാം. കെ, ഐ വന്നു കഴിഞ്ഞാൽ കി എന്നും കൈ എന്നും വായിക്കാം. കെ, ഒ ആണ് വരുന്നതെങ്കിൽ കോ എന്നും കോ എന്നും വായിക്കാം. കെ, ഒ വന്നു കഴിഞ്ഞാൽ കോ എന്നും കോ എന്നും വായിക്കാം. കെ, യു ആണ് വരുന്നതെങ്കിൽ കു എന്നാണ് വായിക്കുക. കെ, യു, കു. എൽ, എ ലാ എന്നും ലാ എന്നും വായിക്കാം. ലാ എന്നും ലാ എന്നും വായിക്കാം. എൽ, എ വന്നു കഴിഞ്ഞാൽ ലാ, 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 ലാ എന്നാണ് വായിക്കുക. ഇനി എൽ, ഇ വന്നു കഴിഞ്ഞാൽ ലീ എന്നും ലേ എന്നും ലേ എന്നും വായിക്കാം. ലീ എന്നും ലേ എന്നും ലേ എന്നും വായിക്കാം. അപ്പോൾ എൽ, ഇ വന്നു കഴിഞ്ഞാൽ ലീ, ലേ, ലേ, ലീ, ലേ, ലേ എന്നാണ് വായിക്കുക. എൽ, ഐ വന്നു കഴിഞ്ഞാൽ ലീ എന്നും ലൈ എന്നും ലീ എന്നും ലൈ എന്നും വായിക്കാം. എൽ, ഐ, ലീ, ലൈ, ലീ, ലൈ എന്നാണ് വായിക്കാം. എൽ, ഒ വന്നു കഴിഞ്ഞാൽ ലോ, ലോ എന്നും ലാ എന്നും വായിക്കാം. ലോ എന്നും ലോ എന്നും വായിക്കാം. എൽ, ഒ വന്നു കഴിഞ്ഞാൽ ലോ, ലോ, ല, ലോ, ലോ എന്ന് വായിക്കാം.
എൽ യു വന്നു കഴിഞ്ഞാൽ ലു, ല, ളു. എൽ യു വന്നു കഴിഞ്ഞാൽ ലു, ല, ളു എന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ല എന്ന് എഴുതാൻ പറ്റാത്തത്? അങ്ങനെ വരില്ല. എം എ വന്നു കഴിഞ്ഞാൽ മാ എന്നും മാ എന്നും വായിക്കാം. എം എ, മാ, മാ. എം ഇ ആണ് വരുന്നതെങ്കിൽ മീ എന്നും മേ എന്നും മേ എന്നും വായിക്കാം. എം ഇ വന്നാൽ മീ എന്നും മേ എന്നും മേ എന്നും വായിക്കാം. എം ഐ ആണ് വരുന്നതെങ്കിൽ മീ എന്നും മൈ എന്നും വായിക്കാം. എം ഐ വന്നു കഴിഞ്ഞാൽ മീ എന്നും മൈ എന്നും വായിക്കാം. എം ഒ ആണ് വരുന്നതെങ്കിൽ മോ എന്നും മോ എന്നും ചിലപ്പോൾ മാ എന്നും വായിക്കാം. മൺഡേ, മോ, മോ, മ. എം യു വരുമ്പോൾ മു എന്നും ചിലപ്പോൾ മാ എന്നും വായിക്കാം. മു എന്നും മാ എന്നും വായിക്കാം. എൻ എ ആണ് വരുന്നതെങ്കിൽ നാ, നാ എന്നാണ് വായിക്കുക. എൻ എ വന്നു കഴിഞ്ഞാൽ നാ, നാ എന്നാണ് വായിക്കുക. എൻ ഇ ആണ് വരുന്നതെങ്കിൽ നേ എന്നും നേ എന്നും നേ എന്നും നേ എന്നും വായിക്കാം. എൻ ഇ വന്നു കഴിഞ്ഞാൽ നേ 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 എന്ന് വായിക്കാം. എൻ ഐ ആണ് വരുന്നതെങ്കിൽ നീ, നായി, നീ എന്നും വായിക്കാം, നീ എന്നും വായിക്കാം കേട്ടോ. നീ, നായി, നായി, നീ, നൈ, നീ, നൈ, നീ, നൈ, നീ, നൈ എന്നും വായിക്കാം. എൻ ഒ വന്നു കഴിഞ്ഞാൽ നോ, 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 നോ എന്ന് വായിക്കാം. എൻ ഒ വന്നു കഴിഞ്ഞാൽ നോ, നോ എന്നും നോ, നോ എന്നും വായിക്കാം. എൻ യു ആണ് വരുന്നതെങ്കിൽ നാ എന്നും നു എന്നും വായിക്കാം, നു എന്നും വായിക്കാം. എന്നാൽ നാ എന്ന് വായിക്കാൻ കഴിയില്ല. എൻ യു വന്നു കഴിഞ്ഞാൽ നാ എന്നും നു എന്നും നു എന്നും അതുപോലെ തന്നെ നു എന്നും വായിക്കാം. പി എ, പാ എന്നും പാ എന്നും വായിക്കാം. പി എ വന്നു കഴിഞ്ഞാൽ പാ എന്നും പാ എന്നും വായിക്കാം. പി ഇ വന്നു കഴിഞ്ഞാൽ പേ എന്നും പേ എന്നും വായിക്കാം. പി ഇ, പേ എന്നും പേ എന്നും വായിക്കാം. പി ഐ ആണ് വരുന്നതെങ്കിൽ പി എന്നും പൈ എന്നും വായിക്കാം. പി ഐ, പി എന്നും പൈ എന്നും വായിക്കാം. പി ഒ ആണ് വരുന്നതെങ്കിൽ പോ എന്നും പോ എന്നും വായിക്കാം. പോ, പോ. പി യു ആണ് വരുന്നതെങ്കിൽ പൂ എന്നും പാ എന്നും വായിക്കാം. എങ്ങനെ പാ വരിക? പപ്പി, പി യു, പപ്പി, പി യു, പൂ. ക്യു എ, ഖ എന്നും ഖ എന്നും വായിക്കാം. ക്യു എ, ഖ എന്നും ഖ എന്നും വായിക്കാം. ക്യു ഇ, ഖേ, ഖേ, ക്യു ഇ, ഖേ എന്നും ഖേ എന്നും വായിക്കാം. ക്യു ഐ ആണ് വരുന്നതെങ്കിൽ ഖി എന്നും ഖൈ എന്നും വായിക്കാം. ക്യു ഐ, ഖി, ഖൈ എന്ന് വായിക്കാം. ക്യു ഒ ആണ് വരുന്നതെങ്കിൽ ഖോ എന്നും ഖോ എന്നും വായിക്കാം. ക്യു ഒ, ഖോ, ഖോ എന്ന് വായിക്കാം. ക്യു യു വരികയാണെങ്കിൽ ഖു എന്നാണ് വായിക്കുക. ഖു, ഖു, ക്യു യു, ഖു എന്നാണ് വായിക്കുക. ആർ എ, റാ എന്നും റാ എന്നും വായിക്കാം. രാ എന്നും രാ എന്നും വായിക്കാം. ആറ്, റാ, റാ എന്നും രാ, രാ എന്നും വായിക്കാം. ആർ ഇ വരികയാണെങ്കിൽ റീ എന്നും റേ എന്നും റേ എന്നും വായിക്കാം. രേ എന്നും രേ എന്നും വായിക്കാം. പക്ഷേ രീ എന്ന് വായിക്കാൻ കഴിയില്ല. റീ എന്നും
റേ എന്നും വായിക്കാം. രേ എന്നും വായിക്കാം. RI വരികയാണെങ്കിൽ റീ എന്നും റൈ എന്നും രി എന്നും രൈ എന്നും വായിക്കാം. RI റീ റൈ രി രൈ എന്ന് വായിക്കാം. RO ആണ് വരുന്നതെങ്കിൽ റോ രോ എന്ന് വായിക്കാം. RU വരികയാണെങ്കിൽ റാ എന്നും റൂ എന്നും രു എന്നും വായിക്കാം. എന്താണ് റാ വരാൻ കാരണം? റബ്ബർ. അവിടെ RU ആണ് വരുന്നത്. അപ്പോൾ RU റാ എന്നും റൂ എന്നും രു എന്നും വായിക്കാം. SA വന്നു കഴിഞ്ഞാൽ സാ എന്നും ഷാ എന്നും വായിക്കാം. SA വന്നു കഴിഞ്ഞാൽ സാ എന്നും ഷാ എന്നും വായിക്കാം. SE ആണ് വരുന്നതെങ്കിൽ സേ എന്നും ഷേ എന്നും വായിക്കാം. SE വന്നു കഴിഞ്ഞാൽ സേ എന്നും ഷേ എന്നും വായിക്കാം. SI ആണ് വരുന്നുണ്ടെങ്കിൽ സൈ എന്നും ഷൈ എന്നും വായിക്കാം. SO വരികയാണെങ്കിൽ സാ എന്നും സോ എന്നും ഷോ എന്നും വായിക്കാം. പക്ഷേ ഷാ എന്ന് വായിക്കാൻ കഴിയില്ല. സൺ. അപ്പം സാ വന്നു. ഷോ എന്നും വായിക്കാം. SU വരുമ്പോൾ സ എന്നും സു എന്നും ഷു എന്നും വായിക്കാം. ഷാ എന്ന് വായിക്കാൻ കഴിയില്ല. കാരണം സൺ. അപ്പം സാ വന്നു. ഷു. TA ആണ് വരുന്നതെങ്കിൽ ടാ എന്നും വായിക്കാം. ടാ എന്ന് നമുക്ക് വായിക്കാം. TE ആണ് വരുന്നതെങ്കിൽ ടേ എന്നാണ് വായിക്കുക. ടേ എന്നാണ് വായിക്കുക. TI വന്നു കഴിഞ്ഞാൽ ടൈ എന്നാണ് വായിക്കുക. ടൈ എന്നാണ് വായിക്കുക. TO ആണ് വരുന്നതെങ്കിൽ ടു എന്നും വായിക്കാം. ടു എന്ന് വായിക്കാം. TU ആണ് വരുന്നതെങ്കിൽ ടു എന്ന് വായിക്കാം. അപ്പോൾ TU വന്നപ്പോൾ എങ്ങനെ ടാ വരും? ടംബ്ലർ. ടവർ. TO ടവർ വന്നു. ഇവിടെ TU ടംബ്ലർ. VA WA അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? V⁻W ഇട്ടിട്ടുണ്ട്. അപ്പോൾ VA ആയാലും WA ആയാലും വാ എന്നുമാണ് വായിക്കുക. വാ. WE ആയാലും VE ആയാലും വി എന്നും വേ എന്നും വായിക്കുക. VEWE വേ. VIWI ആണെങ്കിൽ VY എന്ന് വായിക്കാം. VY എന്ന് നമുക്ക് വായിക്കാം. VO ആണെങ്കിലും WO ആണെങ്കിലും വാ എന്നും വോ എന്നും വായിക്കാം. VOWO വാ വോ എന്നാണ് വായിക്കുക. VUWU വരികയാണെങ്കിൽ വു എന്നാണ് വായിക്കുക. VUWU വരികയാണെങ്കിൽ വു എന്നാണ് വായിക്കുക. XA വന്നു കഴിഞ്ഞാൽ XE വന്നു കഴിഞ്ഞാൽ XI വന്നു കഴിഞ്ഞാൽ XI. O വന്നു കഴിഞ്ഞാൽ XU വന്നു കഴിഞ്ഞാൽ
എക്സ് യു വന്നു കഴിഞ്ഞാൽ ക്സു. വൈ എ വന്നു കഴിഞ്ഞാൽ യാ എന്നും യാ എന്നും ഉച്ചരിക്കും. യാ യാ. വൈ ഇ ആണ് വരുന്നതുണ്ടെങ്കിൽ എ എന്നാണ് ഉച്ചരിക്കുക. വൈ ഇ വന്നു കഴിഞ്ഞാൽ എ എന്നാണ് ഉച്ചരിക്കുക. വൈ ഐ വന്നു കഴിഞ്ഞാൽ ഐ എന്നില്ല ഈ എന്നാണ് ഉച്ചരിക്കുക. വൈ ഓ വന്നു കഴിഞ്ഞാൽ യോ വൈ യു വന്നു കഴിഞ്ഞാൽ യു എന്നാണ് ഉച്ചരിക്കുക. സെറ്റ് എ സാ. കറക്റ്റായിട്ട് നമ്മൾ സാ ഒന്ന് ഉച്ചരിക്കാൻ കഴിയില്ല. സ കറക്റ്റ് ഉച്ചരിക്കാൻ കഴിയില്ല സാ എന്ന്, പക്ഷേ ഇങ്ങനെ എഴുതാനേ നമുക്ക് കഴിയൂ. സ. സെറ്റ് ഇ വരുമ്പോൾ സീനത്ത് ഇല്ലേ, സീനത്ത്. അപ്പം സെറ്റ് ഐ വരികയാണെങ്കിൽ സൈ. സെറ്റ് ഓ വരികയാണെങ്കിൽ സോ. സെറ്റ് ഓ സോ. സെറ്റ് യു വരികയാണെങ്കിൽ സു എന്നും സ എന്നും നമുക്ക് ഉച്ചരിക്കാം. നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിച്ചു. അതുപോലെ തന്നെ എ ഇ ഐ യു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും നിങ്ങൾ വ്യക്തമായി പഠിച്ചു. ഇനി നമ്മൾക്ക് ഈ അക്ഷരങ്ങൾ, ഇംഗ്ലീഷിലെ അക്ഷരങ്ങൾ ഏറ്റവും ഒടുവിൽ വന്നാൽ എങ്ങനെ വായിക്കാം? എല്ലാണ് ഏറ്റവും ഒടുവിൽ വരുന്നതുണ്ടെങ്കിൽ ഇൽ, മുകിൽ, അല്ലെങ്കിൽ മകൾ, എല്ല് അല്ലെങ്കിൽ എന്ന് ഉച്ചരിക്കും. ഏറ്റവും ഒടുവിലാണ് എല്ലും വരുന്നുണ്ടെങ്കിൽ, കേട്ടോ. എല്ല് അല്ലെങ്കിൽ എന്ന് ഉച്ചരിക്കും. എമ്മിലാണ് അവസാനിക്കുന്നതെങ്കിൽ നമ്മൾ അവസാനം പട്ടപ്പൂജയുടെ കുഞ്ഞിപ്പൂജം വരണം. അപ്പം ഇനി എന്നിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ എൻ, മകൻ, അല്ലെങ്കിൽ എൻ അല്ലെങ്കിൽ എൺ എന്നാണ് ഉച്ചരിക്കുക. ആറിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ കാർ, വാട്ടർ. അപ്പം ആറിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് ഉച്ചരിക്കുക. വയ്യിലാണ് അവസാനിക്കുന്നുണ്ടെങ്കിൽ വള്ളി ഇടാൻ നമ്മൾ ഉപയോഗിക്കും. അതായത് ഈക്ക് പകരം നമ്മൾ വള്ളി ഇടുമല്ലോ, ആ വള്ളി ഇടാനാണ് വൈ ഏറ്റവും അവസാനം വന്നാൽ ഉപയോഗിക്കുക. HOU വന്നു കഴിഞ്ഞാൽ ഹൗ എന്നാണ് വായിക്കുക. ഹൗസ്. HOU ഹൗ. FOU വന്നു കഴിഞ്ഞാൽ ഫൗസിയ, ഫൗ. GAW ഗൗ, ഗൗരി, GAW ഗൗ. NJA ഞ എന്നാണ് വായിക്കുക. GHA ഖ, JAW ജൗ, ജൗ. ഇനി SION അവസാനിക്കാം, SHION അവസാനിക്കാം, TION അവസാനിക്കാം. SION അവസാനിക്കാം, SHION അവസാനിക്കാം, TION അവസാനിക്കാം. അപ്പോൾ SION, SHION, TION ഇതിൽ അവസാനിക്കുകയാണെങ്കിൽ ഷൻ എന്നാണ് വായിക്കുക. മിഷൻ, കുഷ്യൻ, ഫാഷൻ, ട്യൂഷൻ. അപ്പോൾ SION, SHION, TION അവസാനിക്കുകയാണെങ്കിൽ ഷൻ എന്നാണ് വായിക്കുക. 3 അക്ഷരങ്ങളെ കൂട്ടി എഴുതേണ്ടി വരും. 3 ഇംഗ്ലീഷ് സ്പെല്ലിങ്ങുകളെ കൂട്ടി എഴുതേണ്ടി വരും. അപ്പോൾ CHA വരികയാണെങ്കിൽ ചായ് എന്നും കായ് എന്നും ഷായ് എന്നും നമുക്ക് ഉച്ചരിക്കാം. CHA ചായ് എന്നും കായ് എന്നും ഷായ് എന്നും നമുക്ക് ഉച്ചരിക്കാം. ഇനി SHA വരികയാണെങ്കിലോ ഷാ എന്നാണ് ഉച്ചരിക്കുക. SHA ഷാ എന്നാണ് ഉച്ചരിക്കുക. ZHA വന്നു കഴിഞ്ഞാൽ ഴാ, ZHA ഴാ എന്നാണ് ഉച്ചരിക്കുക.
PHA വന്നു കഴിഞ്ഞാൽ ഫ. PHA ഫ എന്നാണ് ഉച്ചരിക്കുക. KHA വന്നു കഴിഞ്ഞാൽ ഖ. ഖാലിദ് ഖ ആണ് ഉച്ചരിക്കുക. DHA വന്നു കഴിഞ്ഞാൽ ദ ധനം. DHA ധ ആണ് ഉച്ചരിക്കുക. THA വന്നു കഴിഞ്ഞാൽ താ എന്നും താ എന്നും ഉച്ചരിക്കുക. THA താ എന്നും താ എന്നും ഉച്ചരിക്കാം. PRA വരികയാണെങ്കിൽ പ്ര എന്ന് ഉച്ചരിക്കാം. PRA വന്നു കഴിഞ്ഞാൽ പ്ര എന്ന് ഉച്ചരിക്കാം. VRA ആണെങ്കിൽ വ്ര എന്ന് ഉച്ചരിക്കാം. VRA വ്ര എന്ന് ഉച്ചരിക്കാം. MRA ആണെങ്കിൽ മ്ര. MRA മ്ര എന്നും. KRA ആണെങ്കിൽ ക്ര എന്നും നമുക്ക് ഉച്ചരിക്കാം. KRA ക്ര. THRA ത്ര. THRA ത്ര എന്ന് ഉച്ചരിക്കാം. WHA വരികയാണെങ്കിൽ വ എന്ന് ഉച്ചരിക്കാം. ഇനി നിങ്ങൾക്ക് ബ്രാവാണെങ്കിലോ BRA ബ്ര. അതുപോലെ നിങ്ങൾക്ക് ഇ വെച്ചും ഐ വെച്ചും ഒ വെച്ചും യു വെച്ചും ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഇനി ഇരട്ടക്ഷരങ്ങൾ നോക്കൂ. TTA വന്നു കഴിഞ്ഞാൽ ട എന്നും, PPA പ എന്നും, SSA സ എന്നും, MMA എന്നാൽ മ എന്നും നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിച്ചു, അതിൻ്റെ ഉച്ചാരണങ്ങൾ പഠിച്ചു. AEIOU വെച്ചാൽ എങ്ങനെയാണ് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുക എന്ന് പഠിച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ അക്ഷരങ്ങളും ഒന്ന് കൂട്ടിയിണക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചു 100%. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ 1 മുതലുള്ള എല്ലാ ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമി ഇപ്പോൾ ഓൺലൈനിലൂടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ ക്ലാസ്സിൽ 100-ൽ പരം ഇംഗ്ലീഷിലെ പ്രയോഗങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ മലയാളത്തിൽ കേൾക്കുന്നതും എന്നാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടില്ലാത്ത ഒട്ടനവധി പ്രയോഗങ്ങളും ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഞങ്ങളുടെ നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നവരെ ബൈ.